വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ വേദഭാഗത്തേക്ക് നമ്മളുടെ കണ്ണുകൾ ഓടിക്കുന്ന അവസരത്തിൽ നമ്മളുടെ കാഴ്ചപ്പാട് എങ്ങനെയുള്ളതാണ് എന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. യേശു യെരുശലേമിലേക്ക് പോയി എന്ന് ഈ വേദഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കാരണം? യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യേശു സാധാരണ ഗലീല പ്രദേശങ്ങളാണ് സഞ്ചരിച്ചിരുന്നതെന്നും ശുശ്രൂഷകൾ അനുഷ്ഠിച്ചിരുന്നതെന്നും ഓർക്കുന്ന അവസരത്തിൽ അവിടെ തന്നെ ദൂരെയുള്ള യെരുശലേമിലേക്ക് പോകുവാൻ്റെ കാരണം യഹൂദന്മാരുടെ ഉത്സവ സമയത്ത് യേശുവോട് പോകേണ്ടത് ആവശ്യമാണ് എന്നത് കണ്ട് അവിടേക്ക് പോവുകയാണ്. ദൈവ സാന്നിധ്യം ദൈവജനം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരിടമാണ് യെരുശലേം. ദേവാലയം നിലനിൽക്കുന്നതായിട്ടുള്ള യെരുശലേം എന്ന് പറയുന്നതായിട്ടുള്ള ആ സ്ഥലം. അവിടെ അതിനരികിൽ ബെഥസ്ത കുളക്കരയിൽ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ അവിടെ കിടക്കുകയും അവരെ കൊണ്ടിടുകയും അവർ സൗഖ്യം പ്രാപിക്കുവാനായിട്ടെല്ലാം ആഗ്രഹിച്ച് അവിടെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദേവാലയത്തിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ ദൈവത്തെ കാണുവാനായിട്ട് മാത്രം ആഗ്രഹിച്ച് നാം ദേവാലയം പണിത് അതിനുള്ളിൽ ആരാധനകൾ നടത്തുമ്പോൾ എല്ലാമായി എന്നെ വിചാരിക്കുന്നുണ്ട് എന്ന് വരികിൽ നമ്മളുടെ ചിന്ത വികലമാണ് എന്നത് ഇത് ഓർപ്പിക്കുകയാണ്. യേശു അത് തിരുത്തുന്നു. എ പാരഡൈം ഷിഫ്റ്റ്. യേശു ബെഥസ്ത എന്ന കുളക്കരയിലേക്ക് പോകുന്നു. അവിടെയും തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നത് ദൈവപുത്രനായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുന്നതായിട്ടുള്ള യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയത്രേ. നമ്മുടെ മുൻവിധികൾ നമ്മെ ആർദ്രതയും മനസ്സലിവും കരുണയും ഇല്ലാത്തവരാക്കി തീർക്കുന്നുണ്ട് എന്ന വസ്തുത നാം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്.